ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ രണ്ടാമത്തെ ഇഫ്താർ വ്ളോഗാണ്. ഇതിൽ 2 ഓയിൽ ഫ്രീ സ്നാക്ക് റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടോക്കുക. കണ്ടിഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. പിന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ 8:30 ആകുമ്പോൾ തന്നെ മോന് സ്കൂളിൽ പോയിട്ടുണ്ട്. അതിന് ശേഷമാണ് എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ബെഡ്ഷീറ്റ് വിരിക്കലും എല്ലാം ചെയ്യുന്നത്. രാവിലെ അടിച്ച് വാരും, പിന്നെ ഒന്നിടവിട്ടിട്ടാണ് തുടക്കൽ, അല്ലെങ്കിൽ 2 ദിവസം ഇടവിട്ടിട്ട് അങ്ങനെയാണ് തുടക്കൽ. പിന്നെ ഇൻഡോർ പ്ലാന്റ്സിനെല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കൽ രാവിലെ തന്നെയാണ്. മുറ്റത്തെ ചെടികൾക്കെല്ലാം കുട്ടികൾ വൈകുന്നേരം ഒഴിച്ചു കൊടുക്കും. ഇൻഡോർ പ്ലാന്റ്സിന് കുറച്ചേ വെള്ളം വേണ്ടു, അതുകൊണ്ട് ഞാൻ തന്നെ ഒഴിച്ചു കൊടുക്കൽ. കുട്ടികൾ ഒഴിക്കുമ്പോൾ ചിലപ്പം അധികമാവും. എങ്ങനെ ഒഴിച്ചാലും ചിലപ്പം ചീഞ്ഞു പോവും. ഒന്നെങ്കിൽ വെള്ളം കുറഞ്ഞിട്ട് ചീഞ്ഞു പോവും, അല്ലെങ്കിൽ വെള്ളം കൂടിയിട്ട് ചീഞ്ഞു പോവും. അങ്ങനെയെല്ലാം തന്നെ അന്നേരം ആദ്യം വാങ്ങി വെക്കും. ഈ കോർട്ട്യാർഡിൽ നിറച്ചും വെളുത്ത കല്ലുണ്ടായിന്, വൈറ്റ് പെബിൾസ്. അതെല്ലാം നോമ്പിൻ്റെ ടൈമിൽ ഫുള്ള് കഴുകിയിട്ടുണ്ടായിന്. എന്നിട്ട് മുകളിൽ ഇട്ടിട്ടുള്ളത്. ഇതുവരെ തിരിച്ച് കൊണ്ടുവരുന്നത്ര കല്ലായതുകൊണ്ട് തന്നെ അത് നല്ല വെയിറ്റ് ഉണ്ട്, ഒരുപാട് കല്ലില്ലാതുകൊണ്ട്. അതുകൊണ്ട് നോമ്പെല്ലാം കഴിഞ്ഞിട്ട് കുറച്ചായിട്ട് അങ്ങനെ കൊണ്ടിടാമെന്ന് വിചാരിച്ച്. ഇതിപ്പോൾ എൻ്റെ കുളിയും നിസ്കാരവും ഓതലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കിച്ചണിലേക്ക് വന്നതാണ്. പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എൻ്റെ എല്ലാ വീഡിയോസിലും കിച്ചൺ ടൂർ കാണിക്കുമെന്ന് കമൻ്റ് ഇടലുണ്ടായിന്. അപ്പോൾ അവരോട് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇടുന്നതിന് മുന്നേ ഞാൻ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായി നെക്സ്റ്റ് വീഡിയോ കിച്ചൺ ടൂർ ആയിരിക്കും. എന്നിട്ട് ഞാൻ കിച്ചൺ ടൂറിൻ്റെ വീഡിയോ എടുത്തു. പക്ഷേ അതിന് ശേഷം എനിക്ക് സുഖമില്ലാത്ത പ്രശ്നമെല്ലാം വന്നിട്ടുണ്ടായിന്. അതുകൊണ്ടാണ് കിച്ചൺ ടൂർ അപ്ലോഡ് ആക്കാന്. എഡിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല, വീഡിയോ എടുത്തിന്. പിന്നെ നോമ്പും വന്നതുകൊണ്ട് തന്നെ കിച്ചൺ ടൂർ നോമ്പിൻ്റെ ടൈം ഇട്ടാൽ അങ്ങനെ ആരും കാണൂല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ അവർ കമൻറ്റും ഇട്ടില്ല. എല്ലാ വീഡിയോസിലും കമൻറ്റ് ഇടുന്ന ആളാണ്, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കുളിക്കുന്നതിന് മുന്നേ ഞാൻ ചിക്കനെല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിന്. ഇന്ന് ഞാൻ രാത്രിയിലത്തെ ഫുഡ് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ചിക്കനും ഇതിൽ ഉണ്ട്. മൊത്തത്തിൽ ഞാൻ ബിരിയാണി ആക്കുന്നില്ല. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി നിങ്ങളുടെ കളറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക, എരിവിനും കളറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ഫുൾ ലെമൺ നാരങ്ങാനീര് പിഴിഞ്ഞെടുത്തിന്. പിന്നെ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ, 1 മുട്ട ചേർത്താൽ മസാല ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പം മസാല ഇളകി പോകുകയൊന്നും ചെയ്യില്ല കേട്ടോ. അതുകൊണ്ട് മുട്ട സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുത്തിന്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നിർബന്ധമില്ല. പിന്നെ ഉപ്പ് ചേർക്കാൻ മറന്നിട്ടുണ്ടായിന്. അപ്പോൾ പെട്ടെന്നാണ് ഓർമ്മ വന്നത്. എപ്പോഴും അങ്ങനെ തന്നെ ചേർക്കലുണ്ട്, ചിലപ്പോൾ മറന്നു പോകും, പക്ഷെ ചേർക്കും കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചിക്കനിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. പിന്നെ അന്നത്തെ ദിവസം ഒരു 2 മണിയെല്ലാം ആകുമ്പോൾ തന്നെ കിച്ചണിൽ വന്നിട്ടുണ്ടായിന്. പക്ഷേ മുറ്റത്ത് കുറച്ച് പണിക്കാറുണ്ട്. അത് എക്സ്ട്രാ ഒരു കാർ പോർച്ചും പിന്നെ ഇൻ്റർലോക്കും അങ്ങനെയെല്ലാം ആയിട്ട് നോമ്പിന് മുന്നേ എടുക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ നമ്മൾ പറയുന്ന ടൈമിന് വരില്ലല്ലോ, അതുകൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരിടക്കിടക്ക് ഇങ്ങനെ പല ആവശ്യത്തിന് ഇങ്ങനെ വിളിച്ചുകൊണ്ട്, അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ആകുമ്പോൾ എല്ലാം ഒരു തിരക്ക് പിടിച്ച പോലെയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിപ്പോൾ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് 3 മീഡിയം സൈസ് ഉള്ളി, 2 തക്കാളി മതി. ഇത് നല്ലോണം ചെറിയ തക്കാളിയാണ്, അതുകൊണ്ടാണ് 3 എടുത്തത്. പിന്നെ ഒരു 5-6 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു വലിയ ബൾബ് വെളുത്തുള്ളി, 2 ഇഞ്ച് വലിപ്പമുള്ള 2 കഷ്ണം ഇഞ്ചിയും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നോമ്പിന് മുന്നേ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത വീഡിയോ ചെയ്തിട്ടുണ്ടായി. പക്ഷേ വെളുത്തുള്ളി ഫ്രീസറിൽ വെക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന് ഞാൻ ആദ്യമായിട്ടാണ് ഫ്രീസറിൽ വെക്കുന്നത് എന്ന്. ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ട് ചെയ്തതാണ്. പക്ഷേ ഇഞ്ചി നല്ല തന്നെയാണ് ഫ്രീസറിൽ വെച്ചാൽ. വെളുത്തുള്ളി എടുക്കുമ്പോൾ നല്ല ഫ്രഷ് വെള്ള വെളുത്തുള്ളി തന്നെയാണ്. പക്ഷെ അത് വെള്ളത്തിലിടുമ്പോൾ ഒരു ട്രാൻസ്പാരൻറ്റ് കളറാവുന്നു. പക്ഷെ ഒന്നും ആണെന്നൊന്നുമില്ല കേട്ടോ. ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായി ടിഷ്യൂ പേപ്പർ വെക്കാതെ വെളുത്തുള്ളി വെച്ചിട്ട് മൊത്തം അലിഞ്ഞ പോലെയൊന്നും ആകുന്നില്ല. ഞാനിപ്പോൾ എടുക്കുമ്പോൾ കണ്ടല്ലോ, അത് ടിഷ്യൂ പേപ്പർ വെക്കാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ ഞാൻ വെളുത്തുള്ളി വെക്കാൻ പറയുന്നില്ല. എന്താ വെച്ചാൽ ഇഞ്ചി കുഴപ്പമൊന്നുമില്ല കേട്ടോ വെക്കുന്നതിന്.
ഇനിയിപ്പോൾ ഈ ഒരു ജ്യൂസ് മെഷീനിൽ തന്നെയാണ് ഞാൻ വെളുത്തുള്ളി സ്ലൈസ് ചെയ്തെടുക്കുന്നത്. നല്ല നേരിയതായിട്ട് കട്ട് ചെയ്ത് ഇട്ടു കേട്ടോ. അതുകൊണ്ട് തന്നെ വെറുതെ ഇതിന് സമയം കളയുന്നെന്ന് വിചാരിച്ചിട്ട് ഒരുപാടുണ്ടെങ്കിലേ ഞാൻ ഈ മിക്സി എടുക്കാറുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പണിക്കാറില്ലതുകൊണ്ട് അവർ ഇടയ്ക്ക് വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാനന്ന് വീഡിയോ എടുക്കണമെന്നും വിചാരിച്ച് അതുകൊണ്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഈസി ബിരിയാണിയാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിലാണ് മസാല ചെയ്യുന്നത്. കുക്കറിൽ ഉള്ളിയും തക്കാളിയും വേവിച്ചെടുക്കുന്നതാണ്. പക്ഷേ ചിക്കൻ ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കാൻ പറയുന്നില്ല, അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതിപ്പോൾ ഒരു കുക്കറ് ചൂടായാൽ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിന്. അതിലേക്ക് സ്ലൈസ് ചെയ്ത 3 ഉള്ളി ചേർത്ത് കൊടുത്തിന്. ഇനി അതിലേക്ക് 2 വലിയ തക്കാളി മതി. ഞാൻ ചെറുതായ കൊണ്ടാണ് 3 തക്കാളിയും ഉള്ളി വഴറ്റുമൊന്നും ചെയ്യാതെ തന്നെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇനി മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി അടിക്ക് പിടിക്കും നിങ്ങൾക്ക് ചെറിയ ഇങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ടാണ് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ ക്ലോസ് ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്താൽ ഞാൻ കഴിഞ്ഞ കൂന്തൽ ബിരിയാണിയിലാന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിന്, മസാല നല്ല ഉള്ളിയെല്ലാം നല്ലോണം വഴന്ന്, ശരിക്കും ഉള്ളിയൊന്നും മസാലയിൽ കാണാൻ പാടില്ല, നല്ലോണം വഴറ്റണം. അത് ഈ കുക്കറിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ബിരിയാണി കിട്ടുന്നുണ്ട്. പിന്നെ ആ ടൈമിൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെക്കാനും പറ്റും. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. ഞാൻ അധികം ബിരിയാണി ഇങ്ങനെ തന്നെ വെക്കൽ. വെറുതെ ഉള്ളി ഇങ്ങനെ കുറേ സമയം പാനിലിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. അതിനേക്കാളും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ കുക്കറിൽ ചെയ്താൽ കിട്ടും കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയില പുതിനയില എല്ലാം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കാം, വെറുതെ ഉള്ളി വഴച്ചിട്ട് സമയം കളയണ്ട. ഇനിയിപ്പോൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ 2-3 വിസിൽ അടിച്ചതിന് ശേഷം കുക്കർ ഓഫാക്കിയിട്ടുണ്ട്. ചിക്കൻ ഇപ്പം മൊത്തത്തിൽ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ 3-4 കഷ്ണം സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഏതായാലും ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇപ്പം മൊത്തത്തിൽ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 3-4 പീസ് ബാക്കി വന്നിന്. അത് ഞാൻ വിചാരിച്ച് ഇനി ഏതായാലും മസാലയിൽ തന്നെ ഇട്ട് കൊടുക്കാമെന്ന്. പിന്നെ ഫ്രൈ ചെയ്യാത്ത ചിക്കൻ ബിരിയാണിയും നല്ല ടേസ്റ്റ് തന്നെ അല്ലേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇനി അതങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാമെന്ന്. ഇതിപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ല സോഫ്റ്റായിട്ട് നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മസാലയാക്കി എടുക്കുമ്പോൾ ഇതിൽ ഇനി കാണൂല കേട്ടോ, ഉള്ളി തക്കാളി എല്ലാം നല്ല അലിഞ്ഞ് പോയിട്ടുണ്ടാവും, അത്രയും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി അതിലേക്ക് നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ കുക്കറിൽ ഇട്ടത് കൊണ്ട് തന്നെ ആ ടൈമിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തു, ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെച്ചു, എല്ലാം ചെയ്തില്ലേ. അപ്പോൾ പണി എളുപ്പമാണ്. പിന്നെ അതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ മസാല ഉണ്ടാക്കുമ്പോൾ. ഇതിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റിൽ നിന്ന് ഒരു 1/2 ടേബിൾ സ്പൂണ് മാറ്റി വെച്ചിനി. അത് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ബിരിയാണീൻ്റെ ചോറ് ഉണ്ടാക്കുമ്പോൾ റൈസിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ചേർത്ത് കൊടുത്ത റൈസിന് ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും കേട്ടോ. ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 1/2 ലെമണ് നാരങ്ങ നീര്, പിന്നെ 3 ടേബിൾ സ്പൂണ് കട്ട തേര ചേർത്ത് കൊടുത്തിട്ട്, അധികം പുളിയില്ലാത്ത തേര തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വഴറ്റിയതിന് ശേഷം ഇതിപ്പോൾ ഞാൻ നേരത്തെ ഫ്രൈ ആക്കിയിട്ടില്ലല്ലോ, ഇത് ചെറിയ പാർട്സ് പീസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിന്. ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല ചിക്കൻ്റെ ആ ഒരു ഫ്രൈ ചെയ്യാത്തൊരു ഫ്ലേവറും കിട്ടും, പിന്നെ ഫ്രൈ ചെയ്ത ചിക്കനും അതിൻ്റെ കൂടെ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ രണ്ടും കൂടെ നല്ല ടേസ്റ്റാണ്. ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെ ചേർക്കാറുണ്ട് കേട്ടോ. ആ പാർട്സ് മസാലയിൽ ചേർത്ത് കൊടുക്കും. ഈ കഴുത്ത് ചെറിയ പീസെല്ലാം വരുന്നില്ലേ, അങ്ങനത്തെ പീസ്. ഇനിയിപ്പോൾ നെയ്ച്ചോറ് വെക്കാൻ അരി ഞാൻ 3.5 കപ്പ് അരിക്കാണ് കേട്ടോ ഇന്നിപ്പം ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസാണ് ഞാൻ പറഞ്ഞത്. 3 ചെറിയ മീഡിയം സൈസ് ഉള്ളിയാണ് എടുക്കേണ്ടത്, വലിയ ഉള്ളി എടുക്കണ്ട കേട്ടോ, അന്നേരം മസാല അധികമായിപ്പോവും. ഇനി അരി നല്ലോണം കഴുകിയെടുക്കുക. അരി നല്ല ക്ലിയർ വെള്ളം ആകുന്ന വരെ കഴുകിയെടുക്കുക കേട്ടോ.
ചിലവർ പറയും 3 പ്രാവശ്യം കഴുകണം അങ്ങനെയാണെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. എന്ത് സാധനമായാലും നല്ല ക്ലിയർ വെള്ളമാകുന്ന വരെ കഴുകിയെടുക്കുക. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ 10 ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങളിൽ ഏത് ഭാഗത്തുള്ളവരാണെന്ന് കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായി. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കമൻ്റ് ഇട്ടവരോട് താങ്ക് യു സോ മച്ച്. എനിക്കിങ്ങനെ അറിയണമെന്നുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പേരെ ഇങ്ങനെ ഓർത്ത് വെക്കലുണ്ട് കമൻ്റ് ഇടുന്നവരെ. അപ്പോൾ അവരിൽ എവിടെ നിന്നാന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും കമൻറ്റ് ചെയ്തതിൽ താങ്ക്സ് കേട്ടോ. ഇനിയിപ്പോൾ ബിരിയാണിയുടെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബിരിയാണി പാത്രം ചൂടാൻ വെച്ചിന്. അത് ചൂടാകുന്ന നേരത്ത് ഞാൻ സ്പൈസസ് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കലാന്ന്. ഒരു 3-4 ഏലക്കായ്, 3 ഗ്രാമ്പു, 2 ഇഞ്ച് വെളുപ്പുള്ള പട്ട, അത് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ പാത്രം ചൂടായാൽ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ അന്നുണ്ടാക്കിയ നെയ്യ് തന്നെയാണ്. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കൽ. വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ചൂടായിട്ട് വന്നാൽ അതിലേക്ക് നേരത്തെ 3 മീഡിയം സൈസ് ഉള്ളി സ്ലൈസ് ചെയ്ത് തരാം. അതിൽ നിന്ന് ഒരു ഉള്ളി ഞാൻ മാറ്റി വെച്ചിന്. ഒരു സ്ലൈസ് ചെയ്ത ഉള്ളി അതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിന്. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറയാൻ വിട്ടു. 2 ഉള്ളി മാത്രമാണ് മസാലയിൽ ചേർത്ത് കൊടുത്തിന്. ഇതിപ്പോൾ 3.5 കപ്പ് അരിക്കാണ് ഞാൻ ചെയ്യുന്നത്. 1 കിലോനെല്ലാം ചെയ്യുമ്പോൾ ഒരു 5 ഉള്ളി എടുക്കാം കേട്ടോ. എന്താ വെച്ചാൽ 1 കിലോന് അരി 5-5.5 കപ്പ് വരുന്നുണ്ട് കപ്പളവിൽ പറയുമ്പോൾ. അപ്പോൾ ഒരു 5 ഉള്ളിയെങ്കിലും അന്നേരം 2 ഉള്ളി ഫ്രൈ ചെയ്യാനെടുക്കുക, 3 ഉള്ളി മസാലയിൽ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 3/4 കപ്പ് അളവിൽ അരിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത്. ഇനിയിപ്പോൾ ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആ ടൈമിൽ മസാലയും ചിക്കന് ഫ്രൈ ആയിട്ടെല്ലാം വന്നിട്ടുണ്ട്. അത് ഞാൻ അവിടുന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിന്, പുറത്തെ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ടായിന്. മസാല റെഡി ആയിട്ട് വരുന്നുണ്ട്. അതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ചെറിയ പീസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനത് ലോ ഫ്ലെയിമിൽ വെച്ചതാണ്. ഇതിപ്പോൾ ഉള്ളി നല്ല ഗോൾഡൻ കളർ ആകുമ്പം തന്നെ കോരിയെടുക്കുക. നല്ലോണം കളർ ചേഞ്ച് ആവാൻ നിൽക്കേണ്ട, അന്നേരം കരിഞ്ഞു പോവും. ഉള്ളിയെല്ലാം കോരിയെടുത്തതിന് ശേഷം അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുക, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ആ ടൈമിൽ നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ സ്റ്റൗ നല്ല ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത്, അത് ലോ ഫ്ലെയിമിലാക്കാൻ മറന്നു പോയിട്ടുണ്ടായിന്. അപ്പോൾ തിളച്ച വെള്ളവും കൂടെ ഒഴിക്കുമ്പോൾ രണ്ടും കൂടെ നല്ല ചൂടല്ലേ, അതുകൊണ്ട് മൊത്തത്തിൽ അങ്ങ് തെറിച്ച് പോയിട്ടുണ്ടായിന്. അതാണ് കേട്ടോ ഇപ്പം കണ്ടത്. അത് വീഡിയോ എടുക്കുമ്പം ക്യാമറ അങ്ങോട്ടും മാറ്റുന്ന സമയത്ത് ഈ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലുള്ളത് ശ്രദ്ധിച്ചില്ല. പിന്നെ ഈ തിളച്ച എണ്ണയിലേക്ക് തിളച്ചുകൊണ്ട് നിൽക്കുന്ന വെള്ളം ഒഴിക്കുമ്പം മൊത്തം ഒന്ന് പൊട്ടിത്തെറിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഞാൻ ഫ്ലെയിം ഓഫാക്കി. പിന്നെ വെള്ളം ഇങ്ങനെ തെറിച്ചതേ ഉള്ളൂ, ബാക്കിയൊന്നും സ്പൈസസ് ഒന്നും പുറത്തേക്ക് ചാടിയിട്ടില്ല കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തത് 1 കപ്പിന് 1.5 കപ്പ് എന്ന രീതിയിലാണ്. അപ്പോൾ 3.5 കപ്പ് വെള്ളത്തിന് ഒരു 5.25 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി വെള്ളം നല്ലോണം തിളച്ച് വന്നാൽ അതിലേക്ക് നേരത്തെ ഞാനൊരു 5 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. ഈ ജീരകശാല അരി അധികം സോക്ക് ചെയ്യാൻ വെക്കണ്ട. അരിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 ലെമൺ പിഴിഞ്ഞ് കൊടുക്കുക. നേരത്തെ മാറ്റി വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉണ്ടാവും, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിന്. എല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കിയിട്ട് തിളക്കുന്ന വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്താൽ റൈസ് റെഡിയായി. ഇതിപ്പോൾ ചിക്കന് മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് സ്നാക്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഒരു 3-4 പീസ് സ്നാക്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ബോൺലെസ് പീസാണ് കേട്ടോ. ബാക്കി ചിക്കന് ഞാൻ അതിൽ നിന്ന് കോരി മാറ്റുന്നൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ച് എണ്ണയെ ഒഴിച്ചുള്ളൂ, ഒരുപാട് എണ്ണയിൽ പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എണ്ണ കുറച്ച് സൈഡിലോട്ടാക്കിയിട്ട് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില, പുതിനയില, ഫ്രൈഡ് ഓണിയൻ അതെല്ലാം ചേർക്കാനേ ഉള്ളൂ. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിയിലയും പുതിനയിലയും കുറച്ച് നല്ലോണം തന്നെ ചേർത്ത് കൊടുക്കുക. എന്നാൽ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് മല്ലിയിലയും അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇത് ഞാൻ ഈസി ചിക്കൻ ബിരിയാണി എന്ന് പറയാൻ കാരണം കുക്കറിൽ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ വഴറ്റുന്ന ടൈമൊന്നും വരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾ ഫ്രൈ ചെയ്യാതെയാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതെങ്കിൽ വേണമെങ്കിൽ ചിക്കനും കുക്കറിൽ ഇട്ട് കൊടുക്കുക. പക്ഷേ ഞാനങ്ങനെ ചേർക്കാറില്ല. എനിക്ക് ആ ടൈം ഈ ടൈമിൽ ഒരുപോലെ തന്നെ തോന്നല്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ ചിക്കൻ വെന്ത് കിട്ടും. ആ ഒരു ടൈം തന്നെ കുക്കറിലിടുമ്പോൾ ആകുന്നുണ്ട്. എന്താ വെച്ചാൽ വിസിലടിച്ച് കഴിഞ്ഞ് പ്രഷറെല്ലാം പോയി കഴിഞ്ഞിട്ടില്ല നമ്മൾ കുക്കർ കുക്കർ ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം തന്നെ വരുന്നുണ്ട്. പിന്നെ കുക്കറിലിട്ട് വിസിലടിക്കുമ്പം ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഇറച്ചിയെല്ലാം ഇങ്ങനെ ഇളകി പോകുന്ന പോലെയും അങ്ങനെയെല്ലാം തോന്നുന്നതുകൊണ്ട് ഞാൻ ചിക്കന് കുക്കറിലിടാറില്ല. ഈ പരിപ്പ്, പയർ, പിന്നെ ഇറച്ചി, മട്ടൻ അതെല്ലാം കുക്കറിലിട്ടിട്ട് വേവിക്കലുണ്ട്. ചിക്കൻ മാത്രം അങ്ങനെ കുക്കറിലിട്ട് വേവിക്കലില്ല. ഇനി അതിലേക്ക് ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർക്കുമ്പോൾ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. നെയ്യും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ക്ലോസ് ആക്കി വെക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ആ ടൈമിൽ ചോറും വന്നിട്ടുണ്ട്. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ. വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം മൊത്തത്തിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്ത് കൊടുക്കലുണ്ട്. ഇന്ന് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. ചോറ് ഇതുപോലെ മൊത്തത്തിൽ ഇളക്കിയതിന് ശേഷം മസാല ഇട്ടിട്ട് ദമ്മിലിടാം. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് പകുതി ചോറ് മാറ്റിയെടുക്കുന്നുണ്ട് മസാല ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ സെൻറ്ററിലാണ് മസാല ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റവും അടിയിൽ മസാല ചേർത്തിട്ട് അതിൻ്റെ മുകളിൽ മൊത്തത്തിൽ ചോറ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി പകുതി ചോറ് മാറ്റിയിൽ നിന്ന് ബാക്കി പകുതി നല്ലോണം അടിയിൽ നിന്ന് നല്ലോണം ഇളക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല നല്ലോണം സ്പ്രെഡാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില, പുതിനയില, ഫ്രൈഡ് ഓണിയൻ, നെയ്യ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എന്നാലും ബിഗിനേഴ്സും പിന്നെ ഓരോ ഭാഗത്തും ഓരോ രീതിയിലല്ലേ ബിരിയാണി ഉണ്ടാക്കൽ. പിന്നെ അരി തന്നെ നല്ല വ്യത്യാസമില്ലേ, അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. ഇനി മസാല റൈസിൽ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തതിന് എന്നിട്ട് മസാല മൊത്തത്തിൽ സ്പ്രെഡാകുന്ന രീതിയിൽ ഇതുപോലെ ആക്കി കൊടുക്കുക. ഇത് ഫ്രൈ ചെയ്ത ചിക്കൻ ബിരിയാണി ആണെന്നല്ലോ. അപ്പോൾ ഫ്രൈ ചെയ്ത ചിക്കന് ഇത് മസാലയിൽ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് മസാലയിൽ കുക്ക് ചെയ്തെടുക്കാനുണ്ട്. ശരിക്കും ഫ്രൈഡ് ചിക്കൻ ബിരിയാണി അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. ഞാനിപ്പോൾ ഒരു 3-4 പീസ് ഫ്രൈ ചെയ്യാത്തത് മസാലയിൽ ചേർത്ത് കൊടുത്തിനല്ലോ. അതുകൊണ്ടാണ് പിന്നെ ചേർത്ത് കൊടുക്കുക. ഇനി അത് ഫ്രൈ ചെയ്തിട്ടാണെങ്കിൽ ആ ഫ്രൈ ചെയ്തിട്ട് അതിൽ ചേർത്ത് കൊടുക്കാനും. ഞാൻ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കില്ല. ഫ്രൈ ചെയ്ത ചിക്കന് ഒരു 3-4 പീസ് ചേർത്ത് കൊടുക്കും, ആ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി മാത്രം. അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാതെയാണ് ചേർത്ത് കൊടുക്കും, അങ്ങനെയും ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ആദ്യം ചേർത്ത് കൊടുത്തുകൊണ്ട് അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളും കിട്ടി. പിന്നെ ഇപ്പം ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ 10-15 മിനിറ്റ് ദമ്മ് ചെയ്യുമ്പോൾ എല്ലാ ഫ്ലേവറും അതിന് കിട്ടും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമുള്ളതുപോലെ ചേർത്ത് കൊടുക്കുക. ഇനി നേരത്തെ മാറ്റി വെച്ച ചോറും അതിലേക്ക് ഇട്ട് കൊടുത്തിന് മൊത്തത്തിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി സ്പ്രെഡ് ചെയ്യുക, മല്ലിയില, പുതിനയില, പിന്നെ ഫ്രൈഡ് ഓണിയനും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒരു 15-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെയെല്ലാം ചേർക്കുമ്പോഴാണ് ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും എല്ലാം കിട്ടുന്നത്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ പോലെ ഒരു 15-20 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഫ്രൈ ചെയ്ത ചിക്കനും എല്ലാം റൈസിൽ നല്ലോണം ആ ഫ്ലേവറെല്ലാം അതിന് കിട്ടും. ഇതിപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. എല്ലാം കൂടെ പണി കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാമെന്ന് വെച്ചാൽ വലിയ പണിയാവും കേട്ടോ. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ ആ വെള്ളം തെറിച്ചല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കാതെ എനിക്ക് കുക്ക് ചെയ്യുമ്പം എന്തോ പോലെയാണ്, ഒരു കുക്ക് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ്. ഇതിപ്പോൾ കിച്ചൺ മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ അന്നേരം ആകുന്ന പാത്രമെല്ലാം മോള് ഇടയ്ക്ക് വന്നിട്ട് കഴുകിത്തരും. ഞാൻ പറഞ്ഞതിന് അവൾക്ക് സ്റ്റഡി ലീവാണ്. ഇടയ്ക്ക് വന്നിട്ട് എന്തെങ്കിലും പണി ചെയ്ത് തരും കേട്ടോ. അതിന് ശേഷം എൻ്റെ നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന് സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഒന്ന് സ്വീറ്റായിട്ടും ഒന്ന് സ്പൈസി ആയിട്ടും ആണ് ഉണ്ടാക്കൽ. ഇതിപ്പോൾ സ്വീറ്റായിട്ട് ഉണ്ടാക്കുന്ന സ്നാക്കാണ് ക്യാരറ്റ് ഗ്രേറ്റഡ് പോള. ഇത് എല്ലാവർക്കും അറിയുന്ന പോള തന്നെയാണ്, എന്നാലും പലയാളും പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇത് ഞാൻ ഒരു 400 ഗ്രാം ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞിട്ട്
ഇതാ ഈ മിക്സിയിൽ തന്നെ ഇട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബ്ലേഡ് മാറ്റി കൊടുക്കണം കേട്ടോ. സ്ലൈസ് ചെയ്യുമ്പം വേറൊരു ബ്ലേഡാണ്, ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പം വേറൊരു ബ്ലേഡാണ്. അപ്പോൾ മിക്സിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുമെന്ന് കമൻറ്റ് വരലുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. ഇതിപ്പോൾ മൊത്തത്തിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിന് അതിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാനുണ്ട്. അപ്പോൾ മിക്സിൻ്റെത് ഞാൻ ഇതുപോലെ വീഡിയോസെല്ലാം ചെയ്യുമ്പം അതിൽ പറഞ്ഞുതരാം ഓരോന്ന് ചെയ്യുന്നത്. മറ്റ് അത് മാത്രമായിട്ട് ഇങ്ങനെ വീഡിയോ ഇടുമ്പം അങ്ങനെ എല്ലാവർക്കും ഒന്ന് കാണാനൊരു ഇഷ്ടം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് മൊത്തത്തിൽ ചേർത്ത് കൊടുത്ത്. ഇത് 400 ഗ്രാം ഉണ്ട് കേട്ടോ, ഗ്രാം അളവിൽ പറയുന്നതാണെങ്കിൽ. ക്യാരറ്റ് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിന്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ അവിടെ നിന്നിട്ട് തന്നെ ചെയ്യുന്നതാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാവും. ഞാനിപ്പോൾ ആ ടൈമില്ലാത്തതുകൊണ്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാനുണ്ട്. ക്യാരറ്റിലേക്ക് ഒന്ന് മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഷുഗറും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വഴറ്റുമ്പോൾ തന്നെ റെഡി ആവും കേട്ടോ. ഞാൻ ആ ടൈമിൽ എഗ്ഗിൻ്റെ ബാറ്റർ റെഡിയാക്കാമെന്ന് വിചാരിച്ച് ലോ ഫ്ലെയിമിൽ ക്ലോസ് ചെയ്തിട്ട് അവിടെ കുക്ക് ചെയ്യാൻ വെച്ചിന്. ആ ടൈമിൽ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 4 മുട്ട, 400 ഗ്രാം ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ 4 മുട്ട, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതിലേക്ക് മൈദ വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ അധികം ആക്കുന്ന പോളയിൽ മൈദ ചേർക്കാതെ തന്നെ ഉണ്ടാക്കാൻ നോക്കുന്നത്. 4 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടി തീർന്നിട്ടുണ്ട്, അപ്പോൾ മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുത്തിന്. ഒരു 4 ടേബിൾ സ്പൂണ് ഉണ്ടാവും കേട്ടോ. ഇതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ ആണ് കേട്ടോ പോളക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് ഏലക്കായ്പ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആ ടൈമിൽ ക്യാരറ്റ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി പോള കുംസ് ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ആ പാത്രം ചൂടാൻ വെച്ചിന്. ആ ടൈമിൽ പോളക്ക് വേണ്ടുന്നത് അരച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം പെട്ടെന്ന് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ക്യാരറ്റ് പോള 2 രീതിയിൽ ചെയ്യലുണ്ട്. ഒന്ന് ക്യാരറ്റ് വേവിച്ച് അരച്ചിട്ടും ചെയ്യലുണ്ട്, പിന്നെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടും ചെയ്യലുണ്ട്. പിന്നെ പഴത്തിൻ്റെ കൂടെ എല്ലാം മിക്സാക്കിയിട്ട് അങ്ങനെ കുറേ രീതിയിൽ ചെയ്യലുണ്ട്. ഇനിയിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് ഫ്രൈ ആക്കി വെച്ച ആ ക്യാരറ്റിലേക്ക് നേരത്തെ അടിച്ചെടുത്ത് ആ എഗ്ഗിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇത് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടും ചെയ്തെടുക്കുക. ഞാനിപ്പം കുറേ പാത്രം കഴുകാനാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തതാണ്. പിന്നെ ഈ ഉണ്ടാക്കിയ ഈ ക്യാരറ്റ് റോസ്റ്റ് ചെയ്ത പാത്രത്തിൽ തന്നെ ഒഴിച്ചിട്ട് സെറ്റാകാനും വെക്കാം കേട്ടോ. പക്ഷെ ആ ഒരു കറക്റ്റ് ഒരു പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടാത്ത പോലെ തോന്നല്ലേ, ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു പരങ്ങിയ പോലെയല്ല ഇല്ലത്. അതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലേക്കും കൂടെ ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ പോള ഉണ്ടാക്കുന്ന പാത്രം ചൂടായാൽ അതിലേക്ക് കുറച്ച് നെയ്യ് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ലെവലാക്കിയിട്ട് ക്ലോസ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു ഫ്രൈ പാൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ഇതുപോലത്തെ പോള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിക്കുന്ന പ്രശ്നം വരും എത്ര ലോ ഫ്ലെയിമിൽ വെച്ചാലും. അപ്പോൾ ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്താൽ ഇപ്പോൾ നമുക്ക് മറന്നു പോയാലും പെട്ടെന്നൊന്നും അടിക്ക് പിടിക്കൂല. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ വെച്ച് കൊടുക്കുക. വേണമെങ്കിൽ നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഇത് മറിച്ചിടുമ്പം തനിയെ അത് ഫ്രൈ ആയിട്ട് വരും, അതുകൊണ്ട് പിന്നെ ഞാൻ ഫ്രൈ ആക്കാണ്ട് തന്നെ വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ലോ ഫ്ലെയിമിൽ ഒരു 25-30 മിനിറ്റ് ഫ്രൈ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ രണ്ടാമത്തെ സ്നാക്ക് ഉണ്ടാക്കലാന്ന്. അതിന് വേണ്ടിയിട്ട് നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിന്, അതുകൊണ്ട് ഇനി ചിക്കൻ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു പാത്രം ചൂടാകാൻ വെച്ചിന്. ഞാൻ നേരത്തെ എടുത്ത അതേ പാത്രം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ കഴുകുന്ന പണി എന്തായാലും ഉണ്ടാവുമല്ലോ. അത് കഴുകിയിട്ടാണല്ലോ ഇത് വെക്കുന്നത്. പക്ഷേ ഒരുപാട് പാത്രം ഇങ്ങനെ കഴുകിയത് തോർത്തി എടുത്ത് വെക്കാനുണ്ടാവില്ല, അത് ലാഭമായിട്ട് കിട്ടും വേറെ പാത്രം എടുത്താൽ. അപ്പോൾ ഇങ്ങനെ ഒരേ പാത്രം തന്നെ എടുക്കുമ്പോൾ നമുക്ക് ഒന്നേലും ഉണ്ടാവുള്ളൂ. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതൊരു നാടൻ മസാല അല്ല, അതുകൊണ്ട് തന്നെ ഓയിൽ ചേർക്കുന്നത് നല്ലത് വെളിച്ചെണ്ണയേക്കാളും. ഓയിൽ നല്ലോണം ചൂടായിട്ട് വന്നാൽ ഒരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു വലിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ചെറിയ ഉള്ളിയാണെങ്കിൽ ചെറിയ സവാളയാണ്
ആണെങ്കിൽ 2 ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം വലിയതായതുകൊണ്ട് ഒന്ന് വലുത് ചേർത്ത് കൊടുത്തിന്. അതൊരു 2-3 മിനിറ്റ് ഉള്ളി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ മാത്രം വഴറ്റി കൊടുക്കുക. നല്ലോണം വഴന്ന് കളറൊന്നും ചേഞ്ച് ആവണ്ട. ഇത് ചൈനീസ് വിഭവങ്ങളിലും ചെയ്യുന്ന പോലത്തെ ആ ഒരു മസാലയാണ്. അപ്പോൾ ഉള്ളി കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് വന്നാൽ അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. ക്യാപ്സിക്കം നല്ലോണം വെന്ത് പോവണ്ട. ആ ഒരു ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണ് റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് ഒറിഗാനോ, 1 ടീസ്പൂണ് റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ്. ഇതെല്ലാം പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കുക. അതുകൊണ്ട് ഈ മസാല റെഡിയാക്കാൻ എളുപ്പമാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റും. ഒരുപാട് വഴറ്റി സമയം കളയണ്ടല്ലോ. ഇനി ഈ പൗഡേഴ്സും സോസും എല്ലാം ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കാൻ നോക്കുക. നേരത്തെ കട്ട് ചെയ്ത ചിക്കനും ചേർത്ത് കൊടുക്കുക. നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കന് ചെറുതായിട്ടൊന്ന് ചിക്കി എടുത്താൽ മതി. ഇതിപ്പോൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ടാണ് ലാസ്റ്റ് ചിക്കൻ ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യാത്ത ചിക്കൻ ആണെങ്കിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വെളുത്തുള്ളി ചേർത്തതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് വന്നതിന് ശേഷം കുറച്ച് ഓയിൽ തന്നെ മതി. ഒരുപാട് ഇത്ര തന്നെ ഓയിൽ മതി കേട്ടോ. അപ്പോൾ ചിക്കന് കുക്കായിട്ട് വന്നാൽ ബാക്കി ഇൻഗ്രീഡിയൻസ് ഉള്ളി, ക്യാപ്സിക്കം, ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുക. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് അങ്ങനെ വഴറ്റിയെടുക്കുന്നില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്ക് അവർ വിളിക്കുമ്പോൾ അങ്ങനെ പുറത്തേക്ക് പോകുന്നതുകൊണ്ട് മാസിനോട് ഇളക്കാൻ പറഞ്ഞതാണ്. ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തത്. പിന്നെ ഉപ്പ് ആ ഉള്ളിക്ക് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ചിക്കനിൽ ഉപ്പുണ്ടല്ലോ. അപ്പോൾ ഇതിപ്പം റെഡി ആയിട്ടുണ്ട്, മസാല റെഡി ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഇത് ബേക്ക് ചെയ്തെടുക്കുന്ന സ്നാക്കാണ് ഇത്. നിങ്ങൾക്ക് ഓവൻ ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ, അതിപ്പോൾ ഒരുപാട് പേര് അങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചെയ്യുമ്പം നല്ല പെർഫെക്റ്റായിട്ട് എല്ലാം കിട്ടും. പക്ഷേ കളറ് മാത്രം ആ ഓവനിൽ ചെയ്യുന്ന അത്ര കളറിൽ കിട്ടൂല എന്നേ. പക്ഷേ ടേസ്റ്റെല്ലാം ഒരുപോലെ തന്നെയാണ്. ഇതിപ്പോൾ പഫ് പേസ്ട്രിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 4 മാത്രമേ റെഡിയാക്കുന്നുള്ളൂ. നമ്മൾ ഉണ്ടാക്കിയ മസാലയിൽ 6 വരെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട് 4 മാത്രമേ ഇങ്ങനെ വെക്കാൻ ഈ ഒരു ട്രേയിൽ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ 4 ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതിപ്പം വേറൊരു പാത്രത്തിൽ ഞാൻ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഈ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചതാണെങ്കിൽ 6 വരെ വെക്കാൻ പറ്റും. ഞാൻ അന്ന് തിരക്കായതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ആക്കാൻ നിന്നിട്ടില്ല, 4 വരെ ആക്കിയിട്ടുള്ളൂ. പിന്നെ ഇത് ആക്കുന്നതിലും ചെറിയ എന്തെല്ലോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മടക്കിയെടുക്കൽ, എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇതിൽ മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ ഒന്നുമില്ല. ലാസ്റ്റ് എഗ്ഗ് വാഷ് ചെയ്തിട്ട് വെളുത്ത വെള്ളമെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവില്ലേ. അപ്പോൾ ആ വെള്ളം ചേർത്ത് കൊടുക്കാൻ വിട്ടു. ഇനി എഗ്ഗ് വാഷും ചെയ്യാൻ വിട്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് തുറന്നിട്ട് എഗ്ഗ് വാഷ് ചെയ്ത് കൊടുത്തിന്. പിന്നെ ഇതാ ഈ 2 സൈഡിൽ മോസറല്ല ചീസ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ പഫ് പേസ്ട്രി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാം. കുറച്ച് പണിയുണ്ട്, ബട്ടറെല്ലാം ചേർത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാനുണ്ട്. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് റെഡിമെയ്ഡ് എടുത്തതാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്നാക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലയിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. ഇത് നല്ല ടേസ്റ്റുള്ള മസാലയാണ്, പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. അപ്പോൾ ഇതാ എഗ്ഗ് വാഷ് ചെയ്യാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇടയ്ക്ക് ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്ന സമയത്ത് എഗ്ഗ് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എഗ്ഗ് വാഷ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെളുത്ത എള്ളും കൂടി ഇട്ടാൽ കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവും, അത്ര തന്നെ. അതെല്ലാം മറന്നു പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആണ് കേട്ടോ നല്ലൊരു ഗോൾഡൻ കളറിൽ കിട്ടുന്നത്. പാല് വെച്ചിട്ടും ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതവിടെ റെഡിയാകുന്ന ടൈമിൽ ഫ്രൂട്ട് കട്ട് ചെയ്തെടുക്കലാന്ന്. ഇന്നിപ്പം ഫ്രൂട്ടിൽ ബത്തക്കയില്ല, അത് കഴിഞ്ഞത് മറന്നു പോയിട്ടുണ്ടായിന്. പിന്നെ ഓറഞ്ച് നോമ്പ് മുറിക്കുമ്പോൾ കഴിക്കാൻ പാടില്ല എന്നെല്ലാം ഇങ്ങനെ പറയുന്ന കാണലുണ്ട്. പക്ഷേ ഇത് നല്ല ടേസ്റ്റിൽ ഓറഞ്ചാണ് കേട്ടോ, അതുകൊണ്ട് ഒന്ന് മുറിച്ച് വെക്കുന്നതാണ്. പിന്നെ പപ്പായ ഉണ്ട്, പേരക്കയുണ്ട്, ആപ്പിളുണ്ട്, അതെല്ലാം തന്നെ. പിന്നെ ഞാൻ ഉണ്ടാക്കിയ സ്നാക്ക് ഓവൻ ഇല്ലാത്തവർക്ക് ഫ്രൈ പാനിൽ നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഒരു തട്ട് വെച്ചിട്ട്, അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. പിന്നെ കുറച്ച് ടൈം അധികം എടുക്കും. പിന്നെ ആ ഓവനിൽ ചെയ്യുന്ന അത്ര ഒരു കളറിൽ കിട്ടൂല എന്നേലും. ടേസ്റ്റ് എല്ലാം ഒരുപോലെ തന്നെയാണ്.
ഈ ഒരു മസാലയിൽ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. പാർട്ടിയിലായാലും എല്ലാം ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഞങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയിൽ അങ്ങനെ ചെയ്തതാണ്. എപ്പോഴും ഇങ്ങനെ പപ്സ് പോലെ ചെയ്തെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. എപ്പോഴും നാടൻ മസാലയിൽ ചിക്കനും മുട്ടയും വെച്ചിട്ടല്ലേ പപ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് ജ്യൂസ് ആക്കുന്നില്ല. ഇവിടെ എല്ലാവർക്കും ചുമ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആർക്കും വേണ്ട. പിന്നെ തണുപ്പില്ലാതെ ജ്യൂസ് അടിച്ചാൽ ആർക്കും ഇഷ്ടവുമില്ല. അതുകൊണ്ട് പിന്നെ ജ്യൂസ് ആക്കുന്നില്ല, നാരങ്ങ വെള്ളം മാത്രമേ ആക്കുന്നുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുമില്ല, അല്ലെങ്കിൽ ചൂടുള്ള എന്തെങ്കിലും ആക്കിയിട്ട് അങ്ങനെ വെക്കായിരുന്നു. ഇത് ലാസ്റ്റാണ് പറഞ്ഞത് ഇന്ന് ആർക്കും ജ്യൂസ് വേണ്ട, ചുമയില്ലതുകൊണ്ട്. ചുമ അധികമായാൽ പിന്നെ പെട്ടെന്നൊന്നും മാറൂലല്ലോ. പിന്നെ ഇവിടെ കഞ്ഞി അങ്ങനെ നിർബന്ധമില്ല, നമ്മൾ ഉണ്ടാക്കലുണ്ട് നേരിയരി കഞ്ഞി, ചെറുപയറിട്ടിട്ടുള്ള കഞ്ഞി. പക്ഷേ ഇവിടെ ആർക്കും ഇഷ്ടമില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാത്തത്. മുമ്പ് ഞാൻ എൻ്റെ വീട്ടിലുള്ള സമയത്തെല്ലാം ഉണ്ടാക്കലുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ഉണ്ടാക്കിയതല്ലേന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്ലാസ് കുടിക്കും. കുട്ടികൾക്ക് തീരെ ഇഷ്ടമല്ല, അവർ തൊടൂല. അതുകൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കാത്ത. കുട്ടികൾക്ക് സ്നാക്സേ വേണ്ടു, അവർക്ക് അതാണ് നിർബന്ധം. അപ്പോൾ ഈ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാൻ. ഉണ്ടാക്കാനും എളുപ്പം തന്നെ, ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക ഒന്നും വേണ്ട. പിന്നെ ഈ പേസ്ട്രി ഇല്ലാത്തവർക്ക് ആ ഒരു പേസ്ട്രി ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ എണ്ണയില്ലാതെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കുംസും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതും കൂടെ കട്ട് ചെയ്ത് വെക്കലാന്ന്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്വീറ്റായിട്ട് സ്പൈസി ആയിട്ട് ഉണ്ടാക്കലുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളും അങ്ങനെ തന്നെ ഉണ്ടാക്കലുണ്ട്. പിന്നെ പത്തിരിനെക്കുറിച്ച് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിന്. പിന്നെ തിളച്ച വെള്ളത്തിൽ വാട്ടിയെടുത്തിട്ട് പച്ചരിപ്പൊടി വാട്ടിയെടുത്തിട്ട് ചുടുന്നത് നൈസ് പത്തിരിയാണ്, അത് വേറൊരു ടേസ്റ്റാണ് എന്ന് കമൻറ്റ് വന്നിട്ട്. അതെനിക്കറിയാം, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ആ ചുടുന്ന രീതിയാണ് കേട്ടോ അതിൽ പറഞ്ഞത്, അല്ലാതെ ടേസ്റ്റ് ഒരുപോലെ എന്നല്ല. എല്ലാം വേറെ വേറെ ടേസ്റ്റ് തന്നെയാണ്. പച്ചവെള്ളത്തിൽ കുഴക്കുന്ന വേറെ ടേസ്റ്റ്, ഇളം ചൂടുവെള്ളത്തിൽ വേറെ ടേസ്റ്റ്, പിന്നെ ഒറോട്ടീൻ്റെ വേറെ ടേസ്റ്റ്, പിന്നെ നൈസ് പത്രീൻ്റെതും വേറെ ടേസ്റ്റ്. നൈസ് പത്രി ഞാൻ കഴിച്ചിട്ടുമുണ്ട്, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ നോമ്പെല്ലാം തുറന്നിട്ടുണ്ട്. അതിനുശേഷം നിസ്കാരവും ഓതലും എല്ലാം കഴിഞ്ഞിട്ട് ഇക്ക മാത്രമാണ് തറാവിക്ക് നിസ്കരിക്കുന്നതിന് മുന്നേ ഫുഡ് കഴിക്കൽ. നമ്മളെല്ലാവരും തറാവി നിസ്കരിച്ചതിന് ശേഷമാണ് ഫുഡ് കഴിക്കൽ. അപ്പോൾ ഇക്കാക്ക് മാത്രം ഞാൻ വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് എഡിറ്റ് ചെയ്യും, പെട്ടെന്ന് വോയിസ് കൊടുക്കും എല്ലാം ചെയ്തിട്ട് അപ്ലോഡ് ആക്കിയതാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് എഡിറ്റിങ്ങിലോ വോയിസ് കൊടുക്കുന്നതിലോ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നോമ്പിന് പൊതുവേ ടൈം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഇബാദത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ടൈം കുറവാണ്. ഫുഡ് ഉണ്ടാക്കുന്നില്ലെങ്കിലും നോമ്പിന് ഒട്ടും ടൈം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നത് കൊണ്ടുമാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും വോയിസ് എടുക്കുന്നതും പിന്നെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം. അതുകൊണ്ടാണ് വീഡിയോ ഇടാനും ലേറ്റ് ആകുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും ഒരുപാട് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പുതിയ വ്യൂവേഴ്സും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസോ വ്ളോഗ്സോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ ബൈ, അസ്സലാമു അലൈക്കും.